For today's class, we are going to discuss about joint stock company. Okay. Joint stock company can be defined as one of the important form of business entities which comes under that 10 types. Okay. So, coming to joint stock company, ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് 1956 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തേക്കുന്നത്. അവിടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ആ പറയുന്ന ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫുൾ ഓണർഷിപ്പ് ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്കൊന്നുമല്ല, പകരം അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിയിട്ടുള്ള വ്യക്തികളായിരിക്കും ഷെയർ ഹോൾഡേഴ്സ്. ആ ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനിയുടെ ഓണർഷിപ്പ്. അതുപോലെ ഈ പറയുന്ന കമ്പനി മാനേജ് ചെയ്യുന്നത് ഒരാൾ ഒറ്റയ്ക്കല്ല, പകരം ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും എലക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്ത കുറച്ച് മെമ്പേഴ്സ് ചേർന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ദെൻ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന എമൗണ്ട് എല്ലാം കൂടെ ഒരു കോമൺ അക്കൗണ്ട്, കമ്പനിയുടെ പേരിലുള്ള കോമൺ അക്കൗണ്ടിലോട്ടായിരിക്കും ഇടുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, പരിമിതമായിട്ടുള്ള ബാധ്യതയേ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ ഷെയർസ് എപ്പോൾ വേണമെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാം, അതിനൊന്നും യാതൊരു തടസ്സങ്ങളും ഇല്ല. ഫീച്ചേഴ്സ്: ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. കാരണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എക്സിസ്റ്റൻസിൽ വരത്തുള്ളൂ. ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു രജിസ്റ്റർ ദ കമ്പനി വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്. ദെൻ രണ്ടാമത്തത് മെമ്പർഷിപ്പ്. പബ്ലിക് ലിമിറ്റഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് വേണം, മാക്സിമം 50 മെമ്പേഴ്സ്. അതേസമയം പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവിടെ മിനിമം 7 പേര് വേണം മെമ്പേഴ്സായിട്ട്, മാക്സിമം ലിമിറ്റൊന്നുമില്ല. എത്ര വേണേ മെമ്പേഴ്സ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൽ ഷെയർസ് വാങ്ങാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം. ഇനി ഈ ബിസിനസ്സിനെ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ കമ്പനി തുടങ്ങൂ എന്ന്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ കമ്പനിയെ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നാൽ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരിലല്ല കേസ്, കമ്പനി എന്ന് പറയുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൻ്റെ പേരിലായിരിക്കും കേസൊക്കെ വരുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റൈറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സുമായിട്ട് കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റൈറ്റിയാണ്. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ പാർട്ട്ണർഷിപ്പ് പറയുന്ന പോലെ പെട്ടെന്ന് കമ്പനി പൂട്ടിപ്പോകത്തൊന്നുമില്ല. ബിക്കോസ് ഷെയർ ഹോൾഡേഴ്സിൽ ഒരാൾ മരിക്കുകയോ പാപ്പരാകുകയോ ഇൻസോൾവൻസി വരികയോ അല്ലെങ്കിൽ ലൂണസ് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അതിനൊന്നും കമ്പനിയുടെ ലൈഫിന് യാതൊരു എഫക്റ്റും ഇല്ല. കമ്പനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ. ദെൻ കോമൺ സീൽ. ഈ പറയുന്ന ഈ ടൈപ്പ് കമ്പനികൾക്ക് ഒരു കോമൺ സീലുണ്ടായിരിക്കും സ്വന്തം പേരിൽ. അപ്പം നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിടത്തില്ലേ, സിഗ്നേച്ചർ ഇടുമല്ലോ, അതിന് പകരം ഈ കമ്പനിയുടെ കോമൺ സീലായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. നമുക്ക് ഷെയർസ് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ. പക്ഷേ ചില പ്രൈവറ്റ് കമ്പനീസിൽ ഒരു പക്ഷേ ചെറിയ റൂൾസോ റെഗുലേഷൻസോ വെച്ചിട്ടുണ്ടായിരിക്കും. മിനിമം ഇത്ര നാൾ കഴിഞ്ഞ് ഷെയർ വിൽക്കാൻ പറ്റും, മറിച്ച് വിൽക്കാൻ പറ്റും എന്നൊക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കമ്പനി. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി. ഷെയർ ഹോൾഡേഴ്സിന് അധികം ബാധ്യത ഉണ്ടാവത്തില്ല, ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അഡ്വാൻറ്റേജസിൽ പറഞ്ഞേക്കുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ പറയാൻ കാര്യം ഒത്തിരി പേര് ഷെയർസ് ഇട്ടാണ് കമ്പനി ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഒത്തിരി വലിയ എമൗണ്ട് നമുക്ക് കിട്ടും. ദെൻ ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെയാണ്
advantages. Now comes limitations. Sorry, page ചെറുതായിട്ട് ട്വിസ്റ്റ് ആയിപ്പോയി. ഓക്കെ, ലിമിറ്റേഷൻസ്. കോംപ്ലെക്സ് പ്രൊസീജിയേഴ്സ്, ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഈ കമ്പനികൾക്ക്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഒത്തിരി കൂടുതലാണ്. എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെയൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ദെൻ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ, അതായത് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ദർ മേ ബി ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ താമസം ഉണ്ടാകും. ഒരാൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് കൂട്ടിയിട്ട് മെജോറിറ്റി ബോർഡ് മെമ്പേഴ്സിൻ്റെ ഡിസിഷൻ അനുസരിച്ച് മാത്രമേ ഫൈനൽ ഒരു തീരുമാനമൊക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എക്സസീവ് ലീഗൽ ഫോർമാലിറ്റീസ്, സാധാരണയിലധികം ലീഗൽ ഫോർമാലിറ്റീസ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനുണ്ട്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. നൗ കംസ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അത് 4 ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഇൻകോർപ്പറേഷനെ ബേസ് ചെയ്ത് നമുക്ക് 3 ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിവൈഡ് ചെയ്യാം. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത് it is incorporated under royal charter issued by the king or head of the state and known as chartered company. ഈ പറയുന്ന കമ്പനീസ് ആ ഓരോ രാജ്യത്തെ കിങ് അല്ലെങ്കിൽ ഹെഡ്, പ്രസിഡൻ്റ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ. ഒന്നെങ്കിൽ രാജാവാണ് ഭരിക്കുന്നതെങ്കിൽ അങ്ങനെ രാജാവ്, അതല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ ആണെങ്കിൽ, ഡെമോക്രസി ആണെങ്കിൽ പ്രസിഡൻ്റ്. അങ്ങനെയുള്ള ഹെഡുകളുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കണം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുമതി തരേണ്ടത്. എക്സാമ്പിൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതൊക്കെ വൻകിട കമ്പനികളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ രാജാവിൻ്റെയോ അല്ലെങ്കിൽ ആ പറയുന്ന പ്രസിഡൻറ്റിൻ്റെയോ ഒക്കെ അനുമതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത കമ്പനീസാണ്. രണ്ടാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയാൻ നേരത്ത് പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് വഴി ഫോം ചെയ്തേക്കുന്ന കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഫോർ എക്സാമ്പിൾ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനൊക്കെ അതിനുള്ളൊരു എക്സാമ്പിളാണ്. ദെൻ തേർഡ് വൺ, രജിസ്റ്റേർഡ് കമ്പനി. അത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനി. അപ്പോൾ 3 രീതിയിൽ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ രാജാവിൻ്റെയോ പ്രസിഡൻറ്റിൻ്റെയോ ഒക്കെ അനുമതിയോടുകൂടി ചാർട്ടേഡ് കമ്പനി എന്ന രീതിയിൽ, അതല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് വഴി സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഉണ്ടാകാം, അതും അല്ലെങ്കിൽ നമ്മൾ കമ്പനീസ് ആക്ട് വഴി രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റേർഡ് കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരുന്നു ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി, ബാധ്യത എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്ത്. അത് 3 ടൈപ്പാണ്: ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി ബൈ ഗ്യാരണ്ടി. ഇതിലാദ്യത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫേസ് വാല്യൂ ഓഫ് ഷെയറിനേക്കാൾ കൂടുതലായിട്ടൊന്നും അവർക്ക് നഷ്ടം സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഷെയറിന് 100 രൂപയാണ്. അങ്ങനത്തെ 1000 ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ടോട്ടൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു? 100 × 1000, 1,00,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ കമ്പനിക്ക് നഷ്ടം വന്നാൽ മാക്സിമം പോയ ആ വ്യക്തിക്ക് നഷ്ടം വരുന്നത് ഈ 1,00,000 രൂപയേ ഉള്ളൂ. കാരണം അതിനപ്പുറം ഒന്നും നഷ്ടപ്പെടത്തില്ല. എത്ര ഷെയർ വാങ്ങിയോ അതിൻ്റെ ആ ഒരു എമൗണ്ട്, ആ ഫേസ് വാല്യൂ മാത്രമേ നമുക്ക് നഷ്ടപ്പെടത്തുള്ളൂ. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. കൂടുതൽ കമ്പനീസും ഈ ഒരു കാറ്റഗറി ആയിരിക്കും. രണ്ടാമത്തേത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പരിധിയില്ലാതെ അത്രയും ബാധ്യത വരാനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് ഫേസ് വാല്യൂ മാത്രം പോരാ, കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ നമ്മൾ മുതൽ മുടക്കായിട്ട് ഇട്ട ഈ 1,00,000 രൂപയും പോകും. അതുകൂടാതെ എക്സ്ട്രാ എന്തോരം ബാധ്യതയുണ്ട്, എത്ര കടമുണ്ട്, അത് വീട്ടാൻ ഒരുപക്ഷെ സ്വന്തം കാറോ അല്ല സ്വന്തം വീടോ എന്തെങ്കിലുമൊക്കെ പണയം വിൽക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. പേഴ്സണൽ അസറ്റ്സ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. ആ ടൈപ്പാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ദെൻ മൂന്നാമത്തേത് ലിമിറ്റഡ് ലയബിലിറ്റി ബൈ ഗ്യാരണ്ടി.
ഇവിടെ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഗ്യാരണ്ടി കൊടുക്കും. സപ്പോസ് കമ്പനി പൂട്ടിപ്പോയാൽ, വൈൻഡിങ് അപ്പ് ആയാൽ ഇത്ര എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യാം എന്നൊക്കെ. ഓക്കെ, ദ ഗ്യാരണ്ടി എമൗണ്ട് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആ ഗ്യാരണ്ടി എമൗണ്ടൊക്കെ വ്യക്തമായിട്ട് തുടക്കത്തിലേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് കൂടുതലായിട്ട് ഇങ്ങനത്തെ കമ്പനീസ് വരുന്നത് വല്ല ലിറ്ററേച്ചർ, സ്പോർട്സ്, എഡ്യൂക്കേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനീസാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓൾറെഡി ലയബിലിറ്റി ഗ്യാരൻറ്റീഡ് ആണ്. എന്തെങ്കിലും നഷ്ടം വന്നാൽ ഞാൻ ഏറ്റെടുത്തോളാം, ഇത്ര രൂപ വരെ ഏറ്റെടുത്തോളാം, ആ രീതിയിലൊരു ഗ്യാരണ്ടി തുടക്കത്തിൽ കൊടുക്കും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. അത് രണ്ടെണ്ണം നമ്മൾ നേരത്തെ നോക്കിയതാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം രണ്ട് പേര് വേണം കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൻ്റെ അറ്റത്ത് കാണും PVT Ltd. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ആ കമ്പനിയുടെ പേരിൻ്റെ അറ്റത്ത് കാണും. മിനിമം 50 പേരെങ്കിലും, മിനിമം അല്ല, മാക്സിമം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം 50 ആയിരിക്കും. മിനിമം 2 പേര്. ഓക്കെ, അതുപോലെ പബ്ലിക്കിൽ നിന്നും വേറെ എക്സ്ട്രാ ആൾക്കാരിൽ നിന്നും ഷെയർസോ ഡിബെഞ്ചേഴ്സോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവർ അധികം സമ്മതിക്കാറില്ല. അതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇപ്പോൾ ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെയൊക്കെ ചില കമ്പനിയുടെ പേര് കേട്ടിട്ടില്ലേ? ആ PVT ലിമിറ്റഡ് എന്ന അറ്റത്തുള്ളതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. ദെൻ അടുത്തത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ മിനിമം 7 പേര് വേണം ഷെയർ ഹോൾഡേഴ്സായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ. അതേസമയം മാക്സിമം നമ്പേഴ്സൊന്നും ഇല്ല, എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർസ് വാങ്ങാം. ഷെയർസ് വാങ്ങുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. അത് കണ്ടിട്ട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ആ എമൗണ്ട് അടച്ചിട്ട് ഷെയർസ് വാങ്ങാനുള്ള അവസരം ഉണ്ടാവും. ഷെയർ മാർക്കറ്റിൽ ഈ ഷെയർസൊക്കെ സെല്ല് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കമ്പനീസിൻ്റെ പേരിൻ്റെ അറ്റത്ത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ പേരിൻ്റെ അറ്റത്ത് വെറും ലിമിറ്റഡ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. അതായത് ഇപ്പോൾ BSNL ലിമിറ്റഡ് ആ രീതിയിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആ ഒരു രീതിയിലേ വരത്തുള്ളൂ. അതല്ലാതെ PVT ലിമിറ്റഡ് എന്ന് കാണില്ല. വെറും ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം ഇറ്റ് ഈസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ രണ്ടായിട്ട് നമുക്ക് കമ്പനീസിനെ തിരിക്കാം. ഗവൺമെൻറ് കമ്പനിയെന്നും നോൺ ഗവൺമെൻറ് കമ്പനിയെന്നും. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് 51% കൂടുതൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ മിനിമം 51% കൂടുതലല്ല, 51% എങ്കിലും പെയ്ഡപ്പ് ക്യാപിറ്റൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ബാക്കിയുള്ളത് മാത്രമേ പുറത്ത് കൊടുത്തിട്ടുള്ളെങ്കിൽ അങ്ങനത്തെ കമ്പനീസാണ് ഗവൺമെൻറ് കമ്പനീസ്. കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. NTPC, ONGC, SAIL, ദെൻ BHEL, IOCL, ഇതൊക്കെ ഗവൺമെൻറ് കമ്പനീസിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതിൽ ആ സെയിലിൻ്റെ ഫുൾ ഫോം കണ്ടോ? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ജസ്റ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്നാ, PVT ലിമിറ്റഡ് എന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു പബ്ലിക് കമ്പനിയാണ്, പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാം. ദെൻ നോൺ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് അവിടുത്തെ ഷെയർസ്, അതുപോലെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ പ്രൈവറ്റ് സെക്ടറിലുള്ളവർ തന്നെയായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസാണ്. ഗവൺമെൻറ്റിന് വലിയ റോൾ ഉണ്ടാവില്ല, ഗവൺമെൻറ് കയ്യിൽ ഷെയർസും ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള കമ്പനീസാണ് നോൺ ഗവൺമെൻറ് കമ്പനീസ്. ഇത്രയുമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ പറ്റി ഉള്ള ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? ഫോംസ് ഓഫ് ബിസിനസ് എൻറ്റൈറ്റീസ് ആയിരുന്നു. അതിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും അതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആസ് വെൽ ആസ് പാർട്ട്ണർഷിപ്പ്, 3 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നോക്കിയത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നോട്ട്സ് എഴുതി സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.